നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്മാർട്ട് ബൾബ് പരിചയപ്പെടാം. ഞാൻ 199 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു ബൾബാണ്. സ്മിച്ച് എന്ന കമ്പനിയുടെ LED ബൾബാണ്. ഇതൊരു സ്മാർട്ട് ബൾബാണ്. വൈഫൈ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബോക്സ് ഓപ്പൺ ചെയ്താൽ സ്മിച്ചിൻ്റെ ഒരു ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് കാണാം. അതിനുശേഷം ബൾബ് വേറെ ഒന്നും ബോക്സിലില്ല. B22 ബേസിലുള്ള ഒരു ബൾബാണ്. പിരിച്ച് ഹോൾഡറിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബൾബാണ് ഈ 27 ബേസിൽ വരുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുന്ന ഈ ബേസിന് പറയുന്നതാണ് B22. ഇത് 10 വാട്ട്സിൻ്റെ ബൾബാണ്. LED ബൾബാണ്. വൈഫൈ കണക്ട് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ഈ ബൾബ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാം, കുറയ്ക്കാം. ഇതിന് സ്മിച്ചിൻ്റെ തന്നെ ഒരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ബൾബ് ഉപയോഗിക്കണമെങ്കിൽ എപ്പോഴും ഒരു റൂട്ടറോ അല്ലെങ്കിൽ വൈഫൈ ഹോട്ട്സ്പോട്ടോ കണക്ട് ചെയ്ത് ഇടണം. അതില്ലെങ്കിൽ വെറുതെ നമുക്ക് വീട്ടിലെ സ്വിച്ച് ഓൺ ഓഫ് ആക്കിയാൽ ബൾബ് തെളിയിക്കുകയോ ഓഫാക്കുകയോ ചെയ്യാം. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ഈ ബൾബിനെ കൺട്രോൾ ചെയ്യാം. നമ്മളിപ്പോൾ വീട്ടിലില്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ പണ്ടത്തെ കാരണന്മാർ പറയും ഉമ്മറത്ത് ലൈറ്റ് തെളിയിക്കണം, സന്ധ്യയായാൽ വീട്ടിലൊരു വെളിച്ചം വേണം. അങ്ങനെ നമുക്ക് വീട്ടിലില്ലാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ വൈകി വീട്ടിൽ വരുന്ന സാഹചര്യത്തിലോ നമുക്ക് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് മൊബൈലിൽ ഈ ബൾബിനെ നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ വീട്ടിൽ ഫ്രണ്ടിൽ വെളിച്ചം ആവുകയും ചെയ്യും. പിന്നെ മറ്റൊരു പ്രത്യേകതയാണ്, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ആ കറക്റ്റ് ടൈമിന് ഈ ബൾബ് ഓൺ ആകും. പിന്നെ ഇതിന് കൂടുതൽ കളർ മോഡുകളൊന്നുമില്ല. ഇത് വൈറ്റ് ആംബിയൻസ് ലൈറ്റാണ്. കൂളും വാമും ആണുള്ളൂ. അതിൻ്റെ കൂളിലേക്കും വാമിലേക്കും നമുക്ക് മാറ്റി ഇടാം. പിന്നെ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മൾ സീറോ ബൾബിന് പകരം ഈ ബൾബിൻ്റെ ഏറ്റവും കുറഞ്ഞ ബ്രൈറ്റ്നെസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു സീറോ ബൾബ് ഉപയോഗിക്കുന്ന ആവശ്യം നമുക്ക് ഇത് വെച്ച് ഉപയോഗിക്കാൻ കഴിയും. ഫുൾ ബ്രൈറ്റ്നെസ്സിലിട്ടാൽ 10 വാട്ട്സിൻ്റെ LED ബൾബിൻ്റെ വെളിച്ചം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് വീട്ടിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതെന്നും ഇതിന് ഏത് ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നും ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇവരുടെ തന്നെ സ്മിച്ചിൻ്റെ ഒരു മൈ സ്മിച്ച് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ആപ്പ് വഴി ഒന്നിൽ കൂടുതൽ ബൾബുകൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പല റൂമിലെയും അല്ലെങ്കിൽ വീടിൻ്റെ വെളിയിലാണ് ബൾബ് ഇടുന്നതെങ്കിൽ അതൊക്കെ ഏത് ബൾബാണോ ഓൺ ആക്കേണ്ടതും ഓഫ് ആക്കേണ്ടതും എന്ന് നമുക്കതിൽ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം. മാത്രമല്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പവർ സ്വിച്ച് എപ്പോഴും ഓൺ ആക്കിയിട്ടാൽ മാത്രമേ നമുക്ക് മൊബൈലിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ബൾബിലേക്ക് പവർ വന്നാൽ മാത്രമേ നമുക്ക് മൊബൈലിൽ നിന്ന് ഓഫും ഓണും ആക്കാൻ സാധിക്കുകയുള്ളൂ. പവർ ഓഫ് ആണെങ്കിൽ മൊബൈലിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പവർ ഓൺ ആക്കിയാൽ മാത്രമാണ് വീട്ടിലെ ഇലക്ട്രിസിറ്റി ഇതിലേക്ക് വന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലെ വൈഫൈ വർക്കാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ വെച്ച് ഇത് നമുക്ക് വൈഫൈ ഹോട്ട്സ്പോട്ട് വഴി കണക്ട് ചെയ്തിട്ട് മൊബൈലിൽ നിന്ന് തന്നെ ആപ്പിൽ കയറി ഓൺ ഓഫ് ആക്കാം. നമുക്ക് കിടന്നുകൊണ്ട്, ഇപ്പോൾ രാത്രി നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ മൊബൈലിൽ നിന്ന് ഓഫ് ആക്കാം അല്ലെങ്കിൽ ഓൺ ആക്കാം. എണീറ്റ് പോയി സ്വിച്ച് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ഞാൻ ഈ വീഡിയോ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. എളുപ്പം നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ ബൾബ് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതിലുള്ള ബൾബ് മാറ്റുക. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ബൾബ് ഹോൾഡറിലേക്ക് വയ്ക്കുക. ഇനി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം ഈ ബൾബ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു സെറ്റിങ്സും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കിട്ടുന്ന എല്ലാ മോഡുകളും ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ പറ്റും. ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടത്തില്ല. ഇനി നമുക്ക് മൊബൈലിൽ ഇവരുടെ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റിങ്സ് ചെയ്ത് ഇത് സ്റ്റേബിൾ ആക്കാം. അപ്പോൾ ബാക്കി കാണുക. അതിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ മൈ സ്മിച്ച് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവരുടെ ആപ്പ് വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡും ടൈപ്പ് ചെയ്യുക.
ഫസ്റ്റ് ടൈം ആണെങ്കിൽ സൈൻ അപ്പ് കൊടുക്കുക, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ആഡ് സ്മാർട്ട് ഡിവൈസ് അവിടെ ടച്ച് ചെയ്യുക, അലോ കൊടുക്കുക. അവിടെ നമ്മൾ ലൈറ്റ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മൊബൈലിൽ കാണാം സ്മിച്ച് എന്ന് എഴുതിയേക്കണ ആ ഒരു ബൾബ് വന്നിട്ടുണ്ട്, അവിടെ ടച്ച് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് സെറ്റപ്പ് ടച്ച് ചെയ്യുക. ഐ ഹാവ് വൈഫൈ, 2 ഓപ്ഷൻ ഇവിടെ കാണാം. ഞാൻ വൈഫൈ റൂട്ടർ വഴി കണക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഐ ഹാവ് എ വൈഫൈ റൂട്ടർ. അതിപ്പോൾ ലിവിങ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഞാൻ ലിവിങ് റൂമിലാണ് ഇട്ടിരിക്കുന്നത്, സെലക്ട് ചെയ്തു. നമ്മുടെ വൈഫൈ കണക്ഷൻ്റെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്, സെലക്ട് ചെയ്തു. വൈഫൈയുടെ പാസ്വേഡ്, നമ്മുടെ റൂട്ടറിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. പ്രിപ്പയറിംഗ് യുവർ സ്മാർട്ട് ഡിവൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം ലൈറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത് കാണാം. ലൈറ്റിൻ്റെ ബ്ലിങ്ക് മാറി ഇപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതുപോലെ മൊബൈൽ സ്ക്രീനിൽ മെസ്സേജ് കാണാം, യുവർ ഡിവൈസ് ഈസ് നൗ സക്സസ്ഫുള്ളി കണക്റ്റഡ്. അതിനുശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നെയിം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു നെയിം ഇടുക. ഞാൻ 1 2 3 എന്ന് കൊടുത്തു, കണ്ടിന്യൂ. ഇപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീനിൽ കാണാം നമ്മുടെ ഡിവൈസ് കൊടുത്ത നെയിം 1 2 3. അതുപോലെ ഇവിടെ ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷനാണിത്, അത് നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം. കണ്ടോ, ബൾബ് ഓഫായി. ഇനി നമുക്ക് ഓൺ ചെയ്യാം. ബൾബ് ഓണായി. ഇനി ബ്രൈറ്റ്നസ് കുറയ്ക്കാം. ഇത് ബ്രൈറ്റ്നസ് കുറയ്ക്കാനുള്ള ഓപ്ഷനാണ്. കണ്ടോ, ബ്രൈറ്റ്നസ് കുറഞ്ഞു. അതുപോലെ ബ്രൈറ്റ്നസ് കൂട്ടാം. ഇനി താഴോട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നമുക്ക് ഇത് ഇപ്പോൾ വാം ലൈറ്റ്, കൂള്, അങ്ങനെ എൻ്റെ തീം മാറ്റാം. ഇപ്പോൾ കണ്ടോ, അപ്പോൾ വാമിലേക്ക് വന്നു, അങ്ങേറ്റത്ത് കൂള് വന്നു. നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഇതിൻ്റെ ഒരു ഉപയോഗം കാണിച്ചു തരാം. അതിനെ താഴെ ഇവൻ്റ് ചെയ്യുക. ആക്റ്റീവ് ഇവൻ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് നേരത്തെ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ മേളിലായിട്ട് പ്ലസ് ഉണ്ട്, ടച്ച് ചെയ്യുക. ഇവൻ്റ് നെയിം കൊടുക്കുക, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡിവൈസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ ഒരു ബൾബുള്ളൂ, അതുകൊണ്ട് അപ്പോൾ ഈ ഇവൻ്റ് എന്താണെന്ന് ഞാൻ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു, വീടിന് പുറത്തൊക്കെ നമ്മൾ ബൾബ് ഇടുകയാണെങ്കിൽ സന്ധ്യയാകുമ്പോൾ നമ്മൾ ബൾബ് തെളിയിക്കും. അതുപോലെ രാവിലെ ഓഫ് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിടാം. പവർ ഓൺ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഇവൻ്റ്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഡിവൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഡൺ കൊടുക്കുക. എവരിഡേ ആണ് കൊടുക്കുന്നത്. അത് നമുക്ക് ഏതെങ്കിലും ദിവസം മാത്രമായിട്ട് കൊടുക്കാം. ഇപ്പോൾ സമയം എൻ്റെ മൊബൈലിൽ 5:34. നമുക്കതൊരു 5:36 ഓണാവുന്ന തരത്തിൽ സെറ്റ് ചെയ്യാം. 5:36 ഇപ്പോൾ നമ്മുടെ ബൾബ് ഓണാവും. ഇപ്പോൾ ഇവിടെ മാനുവലിയാണ് ഞാൻ കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഓഫ് ആവുന്നതാണ്. ഇപ്പോൾ മൊബൈലിൽ 5:34 നമ്മൾ 5:36 ഓണാവണമെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇവൻ്റ് നമ്മൾ സേവ് ചെയ്യുകയാണ്. എല്ലാ ദിവസവും 5:36 മണിക്ക് നമ്മുടെ ഈ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. ഇപ്പോൾ മൊബൈലിൽ 5:35 ഇനി 1 മിനിറ്റോടെയും കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് വർക്കാവും. നമുക്ക് സേവ് കൊടുത്തു. ഇവൻ്റ് ഇപ്പോൾ അവിടെ സേവായി കിടക്കുന്നുണ്ട്. നമുക്ക് ഹോമിൽ പോവുക. ഇപ്പോൾ നമ്മുടെ ബൾബ് ഓൾറെഡി ഓണാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം, എങ്കിലല്ലേ ഈ സെറ്റിങ്സ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. സോറി. ഓക്കെ, നമ്മൾ ബൾബ് ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി
ഇപ്പോൾ മൊബൈലിൽ 5:35 കാണിക്കുന്നത്. 5:36 ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകണം എന്ന സെറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൊബൈൽ ഓഫ് ചെയ്തിട്ട് പോയാലും കുഴപ്പമില്ല. അവരുടെ സെർവറിലെ സെറ്റിങ്സ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി 5:36 ആകുമ്പോൾ നമ്മുടെ ബൾബ് ഓൺ ആവുന്നതായിരിക്കും. നമുക്ക് നോക്കാം. മൊബൈലിൻ്റെ ടൈം സൂക്ഷിച്ച് നോക്കുക. നമുക്ക് സ്ക്രീനിൽ കണ്ടോ 5:36 ആയപ്പോഴത്തേക്കും ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. ഞാനിപ്പോൾ പോയിട്ട് പിന്നെ വരാം. താങ്ക് യു.